ടോപ്പ് ബോട്ടം ദുപ്പട്ട നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റിൽ, അതായത് ഇത്രയും ചൂടായിട്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റിൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ ഐറ്റംസ് ആണ്. 3 പീസ് സെറ്റ് ആണ്. ജയ്പൂർ കളക്ഷൻസ് ആണ്. പ്രിയപ്പെട്ട എല്ലാവരെയും സുപ്ന സിൽക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞതുപോലെ തന്നെ സ്ലിറ്റഡ് ഉണ്ട്, അനാർക്കലീസ് ഉണ്ട്. എല്ലാം ജയ്പൂർ കളക്ഷനിൽ വരുന്നതാണ്. ലൈനിങ് ഇല്ല. അപ്പം ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന അനാർക്കലിയാണ്. ഇങ്ങനെ വരും, ഒരു ബ്ലൂവിനകത്ത് പിങ്ക് കളറിലെ പ്രിന്റ് ആണ്. ഇതെല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ് വരുന്നത്. യോക്കിൽ വരുമ്പോൾ സെയിം ബ്ലൂ കളറിൽ തന്നെ ചെറിയൊരു പ്രിന്റ് വ്യത്യാസത്തിലാണ് യോക്ക് വരുന്നത്. അത് സ്ലീവെൻഡിലും ആ ഒരു മെറ്റീരിയൽ വരും. ബോട്ടവും ആ മെറ്റീരിയലാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പം കോട്ടൺ ദുപ്പട്ടയാണ്. അത് ആ ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് വരുന്നത്. ടോപ്പിൻ്റെയും ബോട്ടമിൻ്റെയും സെയിം പ്രിന്റ്സ് മിക്സ് ചെയ്തിട്ടാണ് ദുപ്പട്ട വരിക. സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1399 1399 ആണ്. 18 പാനൽസ് ആണ് ടോട്ടൽ വന്നേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള അനാർക്കലി ടോപ്പായിട്ട് യൂസ് ചെയ്യാം, ടോപ്പ് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം, ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഐറ്റമാണിത്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ചെറിയ സീക്വൻ ഡീറ്റെയിലിംഗ് ഈ ഒരു യോക്കിലും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഇതാണ്. സമ്മർ കൂൾ കളക്ഷനിൽ വൈറ്റ് ആണ് വന്നേക്കുന്നത്. ഇതിന് ലൈനിങ് ഇല്ല, നമുക്ക് സ്ലിപ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇതിപ്പം യോക്കിൽ വരുമ്പം ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. അതായത് ബോട്ടമിൻ്റെ പ്രിന്റ് ആണ് യോക്കിൽ വന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ ഗോട്ടാപ്പത്തി ലേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. സ്ലീവെൻറ്റിലും അങ്ങനെ തന്നെ ഉണ്ട്. വൈറ്റിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് പാൻറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ടേൻ്റെ സൈഡിൽ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റിൽ തന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലെ പ്രിന്റ് വരുന്ന ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന ദുപ്പട്ടയാണ്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ സെക്കൻഡ് ഐറ്റം ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ടാസിൽസും കൂടി ഉണ്ട്. ഏറ്റവും സൈഡിലായിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ ബോട്ടമിൻ്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഗോട്ടപ്പത്തിയുടെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അങ്കിരക്ക പാറ്റേണിൽ വരുന്ന ഒരു അനാർക്കലിയാണ്. 48 ലെങ്ത് വരുന്നതാണ്. പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതെങ്ങനെ ഫ്ലെയറിൽ അനാർക്കലി ആയിട്ട് വന്നിട്ട് ബോട്ടം കൂടി കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സ്ട്രൈപ്സിലാണ്. ഇതിപ്പോൾ കളർ എന്ന് പറയുന്നത് ചിക്കു യെല്ലോ, പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. ഇതിൽ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇത്രയും ബോർഡർ പോലെ വന്നിട്ട് അതിനകത്ത് സീക്വൻ വർക്ക് ഉണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ കെട്ടാനായിട്ട് ഡോറീസ് ഉള്ള ഒരു ഓവർലാപ്പിംഗ് പോലെ വരും. വി നെക്കാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ഐറ്റം ആണ്. സ്ലീവ് എന്ന് പറയുമ്പം 3/4 സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വന്നിട്ടാണ് ഈ ഒരു പടി വരുന്നത്. അതിൽ സീക്വൻ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരിക ഇങ്ങനെ മൽക്കോട്ടണിലാണ്. മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. അത് സ്ട്രൈപ്സിലാണ് വരുന്നത്. എൻഡിലായിട്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റും കൂടി കൊടുത്തിട്ടുണ്ട്. 1399 1399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 48 ആണ് ഈ ഒരു അനാർക്കലിയുടെ ലെങ്ത് വരുന്നത്. ബോട്ടമിൻ്റെ ലെങ്ത് വരുന്നത് 37-38 ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ യെല്ലോ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന അനാർക്കലിയാണ്. 1399 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് വൈറ്റ് ആൻഡ് വയലറ്റ് കളറിൽ ഈ അങ്ക്രക്ക പാറ്റേൺ തന്നെ വരുന്നതാണ്. ഇത് റയോൺ ആണ് മെറ്റീരിയൽ. വൈറ്റ് ആണ്, ലൈനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്ലിപ്സ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇത് എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ലൈനിങ് ഇല്ലാത്തതാണ്, റയോൺ ആണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുക, വൈറ്റ് ആൻഡ് വയലറ്റ് ആണ്. ഈ ഒരു ടോപ്പിൽ ഇങ്ങനെ ഒരു അങ്ക്രക്ക പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓവർലാപ്പിംഗ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ത്രെഡ് ഉണ്ട്. അത് വൈറ്റും വയലറ്റും ആയിട്ടുള്ള ത്രെഡാണ് ടാസിലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ മൊത്തം മെഷീൻ എംബ്രോയിഡറി ആണ്. ഒരു വയലറ്റ് കളറിൽ താഴോട്ടും ആ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ബോട്ടം വരിക 6 ആണ്. അതും പ്രിന്റ് ആണ് വരുന്നത്. റയോണിലാണ് വരുന്നത്. ദുപ്പട്ട കോട്ടണിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ദുപ്പട്ടയാണ്. വയലറ്റും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷനിൽ 1399 ആണ് റേറ്റ് വരുന്നത്. സ്മോൾ തൊട്ട് XXL. പാൻറ് വരുന്നത് ചെറുതായിട്ട് ഇതാ ഒരു അഫ്ഗാനി, ചെറുതായിട്ട് അവിടെ ഒരു പടിയുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ഗ്യാതേർഡ് പ്ലീറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ടോട്ടലി ഒരു അഫ്ഗാനി അല്ല. ഒരു സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു പടി.
അപ്പം അങ്ങനെയാണ് ആ ഒരു ബോട്ടം വന്നേക്കുന്നത്. 1399 സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ ഫൈനലി ലുക്ക് ഇങ്ങനെ വരും. കളർ ചേഞ്ച് ആയ വൈറ്റ് ആൻഡ് ഒരു മെറൂൺ കളറാണ്, മെറൂൺ ടു കോഫി ബ്രൗൺ കളറാണ്. അതിനകത്ത് പ്രിന്റ് ആണ്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് മെറൂൺ കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. അങ്ക്രക്ക പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഓവർലാപ്പിംഗ് പോലെ ടാസൽസ് ഉണ്ട്. താഴോട്ട് ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ബോട്ടം വരുമ്പം ചെറിയൊരു ഒരു സെമി അഫ്ഗാനി സ്റ്റൈലിലാണ് ബോട്ടം വന്നേക്കുന്നത്. 6 ആക്ക് പാറ്റേണിൽ റയോൺ ആണ് മെറ്റീരിയൽ, വൈറ്റ് ആണ്, ലൈനിങ് ഇല്ല. 1399 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ്. അതായത് സ്ലീവ് ഒക്കെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സ്റ്റൈൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള സ്ലീവ് ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മൾക്കത് വേണ്ടാന്നാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നോർമൽ സ്ലീവിലോട്ട് എത്തും. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ഫാഷനിൽ എപ്പോഴും ഒരേ പാറ്റേൺ വരാതെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇടുമ്പം നമ്മൾ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ വന്നേക്കുന്ന ഒരു എ ലൈൻ ടോപ്പും ബോട്ടവും പിന്നെ അതിൻ്റെ ഒരു ദുപ്പട്ടയാണ്. കളറും വരുന്ന ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണ്. അതിനകത്ത് പിങ്കും ചിക്കു ഷെയ്ഡിലൊക്കെ പ്രിൻ്റാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു വി പാറ്റേൺ നെക്കാണ്. വി പാറ്റേൺ നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയറും കൂടി വരുന്നുണ്ട്. വി പോലെ വന്നിട്ട് ഒരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അവിടെ തന്നെ യോക്കിൻ്റെ അവിടെ ചെറിയ ഗ്യാതേർഡ് പ്ലീറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഈ സെൻട്രൽ പാനലിൽ ആ ഒരു പ്രിൻ്റാണ്. സൈഡ് പാനലിൽ ഈ ഒരു പാൻറ്റിൻ്റെ പ്രിൻ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരിക. 1399 തന്നെയാണ് റേറ്റ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ആ 2 പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. ഇതും ഒന്നും ലൈനിങ്, ജയ്പൂർ കളക്ഷനിലെല്ലാം ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല കളറാണ്. 1399 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റും ഒരു വൈറ്റ് ആൻഡ് റെഡ് കോംബോയിൽ കോട്ടണും ഹക്കോബായും കൂടി കോമ്പിനേഷൻ, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന പാനൽസിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. അനാർക്കലി തന്നെയാണ്. നമുക്കിങ്ങനെ ഡോറീസും ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ മൽക്കോട്ടൺ ദുപ്പട്ടയ്ക്കകത്ത് റെഡ് കളറിലെ പ്രിൻ്റാണ്. പക്ഷേ ഈ ദുപ്പട്ടയ്ക്ക് ഇത്തിരി നീളം കുറവാണ് കേട്ടോ. 2 മീറ്ററേ ഉണ്ടാവും ദുപ്പട്ട. നോർമലി വരുന്ന ദുപ്പട്ടയുടെ അത്രയും നീളമില്ല. സ്ലീവ് വരുന്നത് ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ്. അവിടെ ലൈനിങ് കൊടുത്തിട്ടില്ല. ഈ എംബ്രോയിഡറി വർക്ക് വരുന്നിടത്ത് ഹാഫ് പാർട്ടാണ്. അതായത് യോക്കിൻ്റെ അവിടെ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. താഴോട്ട് ലൈനിങ് ഇല്ല. അതപ്പം ഈ ഒരു പാർട്ട് നമുക്കിങ്ങനെ സീത്രൂ ആണ്. പക്ഷേ താഴെ ബോട്ടം വെയർ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. ലെങ്ത് വരുന്നത് 48 ആണ്. എൻഡിലായിട്ട് ഒരു മിറർ വർക്കുണ്ട്. ഈ ഒരു പാനൽസിലെല്ലാം ഹക്കോബ വരുന്ന പാനൽസ് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് വരുന്ന കോട്ടൺ പാനൽസിലെല്ലാം എംബ്രോയിഡറി വർക്കുണ്ട്. റെഡ് കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കുണ്ട്. 1499 1499 റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. പാൻറ് വരുമ്പോൾ ആ ഒരു പ്ലെയിൻ വൈറ്റിനകത്ത് ഈ ഒരു നമ്മുടെ ദുപ്പട്ടയുടെ പ്രിന്റ് പോലെ തന്നെ ചെറിയ റെഡ് കളറിലെ ഫ്ലോറൽ പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിലിംഗ്, ഇത്രയും ഫ്ലെയറിൽ ഒരു ഐറ്റം വരുമ്പോൾ 1499 കിട്ടുന്ന റിയലി വർത്താണ്. പിന്നെ വൈറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ വരുന്ന അനാർക്കലീസ് ആണ്. 18 പാനൽസ് അടിച്ച് വരുന്ന മേളീനെ പാനൽസ് വരുന്ന അനാർക്കലിയാണ്. ചെറിയ ചെറിയ പാനൽസ് മേളീനെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പ് ആയിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ. സ്മോൾ തൊട്ട് XXL 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ബ്ലോക്ക് പ്രിന്റ്സിന്റെ 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ്. അവിടെ വന്നിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ഫോയിൽ മിറേഴ്സ് ഈ ഒരു പ്ലാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എ ലൈൻ പാറ്റേണിൽ അനാർക്കലിയാണ്. 18 കളേഴ്സ് ഉണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു മിറർ വർക്ക്, ഫോയിൽ മിറർ വർക്ക് ഉണ്ട്. ദുപ്പട്ട വരുന്ന പ്യുവർ കോട്ടൺ ദുപ്പട്ട. ആ 2 പ്രിന്റും കൂടി വരുന്ന ദുപ്പട്ടയാണ്. ബ്ലാക്ക് ടു ബ്ലാക്ക് ആണ്. അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ട എല്ലാം ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഷേപ്പ് വരുന്ന, കാരണം മേളിന്ന് പാനൽസ് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. റേറ്റും അതുകൊണ്ട് തന്നെ 1874 ആണ്. സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ ഫൈനലി ലുക്ക് ഇങ്ങനെ വരും. നെക്സ്റ്റും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഐറ്റമാണ്. നല്ല ഫ്ലെയറിൽ വരുന്ന ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരുന്ന ഒരു ഫ്രോക്കാണ് നമുക്ക് ടോപ്പായിട്ട് വരുന്നത്. അതിനുശേഷം പാൻറ്റും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഒരു ഡസ്റ്റി വൈനും പിങ്ക് കളറും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഈ പിങ്ക് കളർ ഡസ്റ്റി വൈനും കൂടെ വരുമ്പോൾ ഈ കളർ ഇങ്ങനെ സ്പ്രെഡ് ആയ പോലെ നമുക്ക് തോന്നും. അങ്ങനെയല്ല, ഇത് രണ്ട് കളറായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിങ്കും ഡസ്റ്റി വൈനും കൂടിയാണ്. അതിലിങ്ങനെ പ്രിൻ്റാണ് വന്നേക്കുന്നത്. വലിയ വലിയ പ്രിൻസ് ആണ്. ഈ ഒരു സെൻട്രൽ പാനൽ കഴിഞ്ഞാൽ
സ്ട്രെയിറ്റിൽ വരും, പക്ഷെ സൈഡിൽ ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരുന്ന, നമുക്കിത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. ആ ടൈപ്പിൽ തന്നെയാണ് നമുക്ക് സ്ലീവും വരുന്നത്. ഈ സെൻറ്ററിലെ ആ ഒരു പാനലിൽ ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വന്നിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു പടി പോലെ വരും. നല്ല ഡിഫറെൻറ്റ് ലുക്കാണ്. 1560 ആണ് റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. ദുപ്പട്ടയും കൂടി ഉണ്ട്. ദുപ്പട്ട വരുന്നത് മൽക്കോട്ടൺ ദുപ്പട്ടയിൽ ഈ ടോപ്പിൻ്റെയും ബോട്ടമിൻ്റെയും എല്ലാ പ്രിൻസും കൂടി ചേരുന്ന ഐറ്റമാണ്. ഇങ്ങനെ വരും. നല്ല വീതിയും നീളവുമുള്ള ദുപ്പട്ട തന്നെയാണ്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ്. ഈ സെയിം പ്രിന്റ് നമ്മൾ അനാർക്കലി ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡ് കട്ടുള്ള ഐറ്റം ആണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ടോപ്പ് വരുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയാണ്. പ്യുവർ കോട്ടൺ ആണ്. ബോട്ടം വരിക മെറൂൺ കളറിനകത്ത് ബ്ലാക്ക് കളറിലെ പ്രിന്റ്സ് ആണ്. മെറൂണും ബ്രിക്ക് റെഡൂടെ ചേരുന്ന കളറാണ്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ വരും. ബ്രിക്ക് റെഡും മെറൂണോടെ ചേരുന്ന കളറിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് വന്നിട്ട് സൈഡിലായിട്ട് ടോപ്പിന്റെ പ്രിന്റ്സ് ആണ് വരുന്നത്. സ്മോള് തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ഇങ്ങനെയാണ്, സിമ്പിൾ ആണ്. ഇതിനൊരു നെക്ക് വരുന്നത് വി നെക്കാണ്. അതിൽ തന്നെ സിൽവർ ജരി വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കുറച്ച് വീതിയിൽ. സ്ലീവ് എൻഡിലും അങ്ങനെ സിൽവർ അല്ല ഗോൾഡൻ സരി വെച്ചിട്ടുള്ളതാണ്. സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. റേറ്റ് വരുന്നത് 1482 ആണ്. സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജയ്പൂർ കളക്ഷൻ ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നത്. ഐറ്റം ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം വൈറ്റിലൊക്കെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് അത് ഇഷ്ടമുള്ളവർ മാത്രമേ എടുക്കാവുള്ളൂ. പക്ഷെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ഡിഫറെൻ്റ് ഐറ്റംസ് ആണ്. നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്